എല്ലാവർക്കും നമസ്കാരം. ഹൃദയനിർഭരം ധ്യാനത്തിൻ്റെ ഈ 79-ാം എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നമുക്കായി അവതരിപ്പിക്കുന്നത് കേരള ഹാർട്ട്ഫുൾനെസ് റീജിയണൽ ഫെസിലിറ്റേറ്ററായ ശ്രീ കെ യു മോഹൻ. സ്വാഗതം മാനിത. നമസ്തേ ഡോക്ടർ ഇന്ദു. ഈ പരിപാടിയിൽ പതിവ് പോലെ 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ആദ്യം ഒരു ചോദ്യോത്തരവേള, അതിനുശേഷം ഓഫ്ലൈനായി സത്സംഗം, അതിനുശേഷം 9 മണി മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. അപ്പോൾ നമ്മളൊരു സെൻറ്ററിങ് ചെയ്തിട്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. മൃദുവായി കണ്ണുകൾ അടയ്ക്കുക. നമ്മുടെ ഹൃദയത്തിലുള്ള ദിവ്യ സാന്നിധ്യവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. ഇനി ഈ ഒത്തുചേരലിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയവുമായി സ്നേഹപൂർവം നമുക്ക് കണക്റ്റ് ചെയ്യാം. പരസ്പരം കണക്റ്റ് ചെയ്തിരിക്കുന്ന ഹൃദയനിർഭരമായ ഈ അവസ്ഥയിൽ നമുക്കൊരു പ്രാർത്ഥന ചെയ്യാം. നമ്മുടെ ഈ ഒത്തുചേരൽ എല്ലാവരുടെയും സമഗ്രമായ പുരോഗതിക്ക് അനുയോജ്യമാവട്ടെ എന്ന സങ്കല്പത്തിൽ പ്രാർത്ഥനാ നിർഭരമായി നമുക്ക് 2 മിനിറ്റ് ഇരിക്കാം. ഓക്കെ. നന്ദി മോനിട്ട. ഇനി ഈ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ ആഴ്ചയിലെ ചോദ്യം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മോനേട്ടൻ സംസാരിച്ച എപ്പിസോഡിനെ കുറിച്ച് ഒരു അഭ്യാസം ഉന്നയിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ അത് ഇങ്ങനെയാണ്. ശരിക്കും ഞാനൊന്ന് നോക്കി വായിക്കാം. അതായത് കഴിഞ്ഞ ആഴ്ച മോനേട്ടൻ സംസാരിച്ചത് പാരമ്പര്യ യോഗശാസ്ത്രത്തിലെ 7 ചക്രങ്ങൾ, പിന്നെ ഹാർട്ട്ഫുൾനെസ്സിലെ 13 ചക്രങ്ങൾ, 23 വലയങ്ങൾ, അതിനുശേഷം മോക്ഷപ്രാപ്തി, സഹസ്രദല കമലം, പിന്നെ സച്ചിദാനന്ദം, ബ്രഹ്മരന്ധ്രം ഇങ്ങനെയുള്ള സംഗതികൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള വളരെ സങ്കീർണമായ ജ്ഞാനത്തെക്കുറിച്ചാണ് മോനേട്ടൻ സംസാരിച്ചത് അല്ലേ? അപ്പോൾ നമുക്കുള്ള സംശയം ഇതാണ്, അതായത് ഈ ജ്ഞാനം എത്രമാത്രം അനിവാര്യമാണ് നമ്മുടെ ആത്മീയ യാത്രയിൽ. അഥവാ ഈ ജ്ഞാനത്തിൻ്റെ അഭാവത്തിൽ ഹാർട്ട്ഫുൾനെസ് സാധനയിലൂടെ പുരോഗതി സാധ്യമാണോ എന്നുള്ളതാണ് നമ്മൾ ഈ ആഴ്ചയിലെ ചോദ്യം. ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ആത്മീയ പുരോഗതിക്ക് അല്ലെങ്കിൽ ബോധത്തിൻ്റെ വികാസത്തിന് ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അനിവാര്യമാണോ എന്നാണ് ചോദ്യം, അല്ലേ? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ അനിവാര്യമല്ല. ആത്മീയ പുരോഗതിക്ക് അല്ലെങ്കിൽ ബോധത്തിൻ്റെ വികാസത്തിന് ജ്ഞാനത്തിൻ്റെ അഭാവത്തിലും അത് സാധ്യമാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ അഭാവത്തിൽ പുരോഗതി സാധ്യമാണ്. പക്ഷേ അതായത് ജ്ഞാനം അനിവാര്യമല്ല, പക്ഷെ അനുഭവം അനിവാര്യമാണ്. അതാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ SDK എന്ന് പറഞ്ഞു, സഹസ്രദള കമൽ. നമ്മുടെ ബോധം അവിടെ എത്തുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടുന്നത് സച്ചിദാനന്ദം ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ STKയിൽ സച്ചിദാനന്ദം അനുഭവപ്പെടുന്നു എന്നത് ഒരറിവാണ് അല്ലെങ്കിൽ ജ്ഞാനമാണ്.
ആ അറിവ് കൊണ്ട് നമുക്ക് സച്ചിദാനന്ദം ഉണ്ടാവും? ഇല്ല. ഇനി വെള്ളത്തിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഫോർമുല H2O ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ അറിവ് കൊണ്ട് നമ്മുടെ ദാഹം മാറും? ഇല്ല. അപ്പൊ നമ്മള് സച്ചിദാനന്ദം 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 എന്ന് ജപിക്കുന്നു, അല്ലെങ്കിൽ അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ജപിക്കുന്നു. അതുകൊണ്ട് ബ്രഹ്മാനുഭവം ഉണ്ടാവുമോ? ഇല്ല. ഈ അഷ്ടാവക്ര മഹർഷിയുടെയും ജനക മഹാരാജാവിൻ്റെയും തമ്മിലുള്ള സംവാദത്തിനിടയ്ക്ക് രസകരമായ ചില സംഭവങ്ങൾ പറയാറുണ്ട്. ഇവരുടെ സംവാദത്തിനിടയ്ക്ക് കുറച്ചു സമയം രണ്ടുപേരും നിശബ്ദരായി. അപ്പം ആ നിശബ്ദത ജനക മഹാരാജാവിന് കുറച്ച് അസ്വസ്ഥമായി തോന്നി. അപ്പം അദ്ദേഹം അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് ജപിക്കാൻ തുടങ്ങി. ഇത് കേട്ടപ്പോൾ അഷ്ടാവക്ര മഹർഷിക്ക് അല്പം നീരസം തോന്നി. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കമണ്ഡുലം ഉണ്ടായിരുന്നു. സാധാരണ ഋഷിമാരുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ല. അദ്ദേഹം ആ കമണ്ഡലം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച്, ഇത് എൻ്റെ കമണ്ഡലമാണ്, ഇത് എൻ്റെ കമണ്ഡലമാണ്, ഇത് എൻ്റെ കമണ്ഡലമാണെന്ന് പറയാൻ തുടങ്ങി. ഇത് കുറച്ച് ഉച്ചത്തിൽ പറഞ്ഞപ്പോൾ ജനക മഹാരാജാവിൻ്റെ ജപത്തിന് തടസ്സം വന്നല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹർഷി, ഇത് അങ്ങയുടെ കമണ്ഡലമാണ്, എന്തിനാണ് അങ്ങ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അങ്ങയുടെ തന്നെയാണിത് എന്ന് പറഞ്ഞു. അപ്പോൾ അഷ്ടാവക്ര മഹർഷി പറഞ്ഞു, അങ്ങ് എന്താ പറയണ, അഹം ബ്രഹ്മാസ്മി എന്നല്ലേ പറഞ്ഞത്, അതായത് ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ്. അങ്ങ് ബ്രഹ്മാണെന്ന് അങ്ങേക്ക് അറിയില്ലേ, പിന്നെ എന്തിനാണ് അങ്ങ് ഞാൻ ബ്രഹ്മാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ എന്താണ് കഥയുടെ ഗുണപാഠം? അറിവിൽ നിന്ന് അനുഭവത്തിലേക്കുള്ള പരിണാമം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അറിവ് അനിവാര്യമല്ല, അനുഭവം അനിവാര്യമാണെന്ന് പറയാൻ കാരണം. ഇപ്പം നമ്മൾ ബ്രഹ്മം, പരബ്രഹ്മം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം നമ്മൾ അനുഭവവേദ്യമാക്കേണ്ടതുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മത്തിൻ്റെ അനുഭവം നമുക്ക് ഉണ്ടാവില്ല, നമ്മൾ പറഞ്ഞു. നമ്മളത് അനുഭവവേദ്യമാക്കണം. എന്താണ് ബ്രഹ്മം? എന്താണ് പരബ്രഹ്മം? ഇത് വ്യക്തികളാണോ, അതോ ബോധത്തിൻ്റെ വ്യത്യസ്തമായ നിലകളാണോ? ഇതെല്ലാം നമ്മൾ അനുഭവവേദ്യമാക്കേണ്ടതാണ്. അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനം താനേ അനുഗമിക്കും, അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനം ശക്തമാകും. ഇത് കറൻസിയുടെ ഗോൾഡ് ബാക്കിംഗ് പോലെയാണ്. ഒരു രാജ്യത്തിൻ്റെ കറൻസിയുടെ ഗോൾഡ് ബാക്കിംഗ്, അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകളുടെ ബാക്കിംഗ്, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബാക്കിംഗ് ഇല്ലെങ്കിൽ, ശക്തമായ ഒരു ഗവൺമെൻറ് ബാക്കിംഗ് ഇല്ലെങ്കിൽ കറൻസിയുടെ മൂല്യം കുറയും. അപ്പോൾ പണപ്പെരുപ്പുണ്ടാവും. ഉദാഹരണത്തിന് ഇപ്പോൾ ഇന്ത്യയിൽ ടൺ കണക്കിന് സ്വർണം ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ₹1 മൂല്യം $100 ആവും. ഇപ്പം അത് നേരെ തിരിച്ചാണ്, അല്ലേ? അതായത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനം ശക്തമാകുന്നു, അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജ്ഞാനം താനേ അനുഗമിച്ചുകൊള്ളുന്നു. വിവേകാനന്ദ സ്വാമികൾ പറയാറുണ്ട്, യോഗശാസ്ത്രം എന്ന് പറയുന്നത് അനുഭവശാസ്ത്രമാണ്. പ്രത്യേകിച്ചും രാജയോഗ മനസ്സിനെ ഒരു ഉപകരണമാക്കി നമ്മുടെ ആന്തരിക ലോകത്തെ വിശകലനം ചെയ്യും. അപ്പോഴാണ് നമുക്ക് ആത്മാവുണ്ടോ, നമുക്ക് ഹിതകരമായത് എന്താണ്, ഹിതകരമല്ലാത്തത് എന്താണ് എന്നെല്ലാം നമുക്ക് അനുഭവവേദ്യമാകുന്ന അപ്പോഴാണ്. നമ്മൾ
വേദങ്ങളിൽ ആദ്യ ഭാഗം എന്ന് പറയുന്നത് കർമ്മകാണ്ഡാണ്. അതിനുശേഷമാണ് ജ്ഞാനകാണ്ഡവും വേദാന്തവും. ഇപ്പൊ കർമ്മകാണ്ഡാണ് ആദ്യം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷമാണ് ജ്ഞാനം അനുഗമിക്കുന്നത് എന്നല്ല അർത്ഥം. ബാബുജി മഹാരാജ് പറയാറുണ്ട്, നമ്മൾ ഭാരതത്തിലെ ഋഷിമാർ പ്രത്യേകിച്ചും അവര് ആത്മീയ പുരോഗതിക്ക് ശേഷം, ആത്മീയ പരിശീലനത്തിന് ശേഷമാണ് തത്വചിന്ത ആവിഷ്കരിച്ചത്. അതുകൊണ്ട് അവരുടെ തത്വചിന്തയ്ക്ക് അനുഭവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ഹാർട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് അനുഭവശാസ്ത്രമാണ്, പ്രയോഗശാസ്ത്രമാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം, അനുഭവം മാത്രം പര്യാപ്തമാണോ? അടുത്ത ചോദ്യം വരിക അല്ലേ? പക്ഷേ അനുഭവം അതികടന്ന് അടുത്ത അവസ്ഥയിലേക്ക് നമ്മൾ പരിണമിക്കേണ്ടിയിരിക്കുന്നു. അനുഭവത്തെയും നമ്മൾ മറികടക്കേണ്ടിയിരിക്കുന്നു. ഉദാഹരണത്തിന് നമ്മൾ ഹാർട്ട്ഫുൾനെസ്സിൽ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യം എന്ന സങ്കല്പത്തിൽ അല്ലെങ്കിൽ ചിന്തയിൽ നമ്മൾ ധ്യാനിക്കണം. സംപ്രേഷണത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ സമാധി അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൽ ദിവ്യത്വത്തിൽ മുഴുകിപ്പോകുന്നു. അതായത് ദിവ്യപ്രകാശം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ അറിവ് ദിവ്യത്വം എന്നുള്ള അനുഭവമായി മാറുന്നു. ഇനി നമുക്ക് ദിവ്യാനുഭവങ്ങൾ ഉണ്ടാവണം, ഇടയ്ക്കിടയ്ക്ക് ദിവ്യാനുഭവങ്ങൾ ഉണ്ടാവണം. അല്ലെങ്കിൽ 24 മണിക്കൂറും ദിവ്യാനുഭവങ്ങൾ ഉണ്ടായാലും അത് അപര്യാപ്തമാണ്, അതും നിരാശാജനകമായിരിക്കും. നമ്മൾ അതിൻ്റെ അടുത്ത വഴിയിലേക്ക് മാറേണ്ടിയിരിക്കുന്നു. സാധാരണ ആളുകൾ പറയും, എനിക്ക് ഈശ്വര ദർശനം കിട്ടി, ദിവ്യാനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയും. അതും ഒരു ഭ്രമമാണ്. അതും മറികടന്ന് നമ്മൾ അടുത്ത അവസ്ഥയിലേക്ക് പരിണമിക്കേണ്ടിയിരിക്കുന്നു. ഇത് നമുക്ക് യഥാർത്ഥത്തിൽ യോഗ്യതയുള്ള ഒരു ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്രകാരം സംഭവിക്കുന്നുള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു, ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ സംപ്രേഷണത്തിൻ്റെ സഹായത്തോടുകൂടി ധ്യാനിക്കുന്നു. സമാധിയിൽ നമുക്ക് ദിവ്യത്വത്തിൽ നമ്മൾ മുഴുകിപ്പോകുന്നു. അപ്പോൾ ഗുരുവിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇത് നേടിയെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഗുരുവുമായി താതാത്മ്യം പ്രാപിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ പോലെ ആയിത്തീരണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. സാവധാനം നമ്മൾ അദ്ദേഹത്തെ പോലെ ആയിത്തീരാൻ ആരംഭിക്കും. അതായത് അനുഭവത്തിൽ നിന്ന് ആയിത്തീരലിലേക്ക്. അത് വളരെ വ്യത്യസ്തമാണ്. ദാജി പറയും, എക്സ്പീരിയൻസ് ടു ബീയിങ് ടു ബിക്കമിങ്. അദ്ദേഹം ഒരു ഉദാഹരണം പറയും. നമുക്ക് ധനികനായ ഒരു സുഹൃത്തുണ്ടെന്ന് വിചാരിക്കാം. അദ്ദേഹം നമ്മളെ 3 മാസം എൻ്റെ കൂടെ വന്ന് താമസിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ ആ ക്ഷണം സ്വീകരിച്ച് ധനികനായ നമ്മുടെ സുഹൃത്തിൻ്റെ കൂടെ 3 മാസം താമസിക്കണം. അദ്ദേഹത്തിൻ്റെ ആതിഥ്യം സ്വീകരിക്കണം. വളരെ മനോഹരമായിരുന്നു. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലെ ചിന്ത? വളരെ മനോഹരമായിരുന്നു എൻ്റെ സുഹൃത്തിൻ്റെ ആതിഥ്യ മര്യാദ. പക്ഷേ ഞാനും എൻ്റെ സുഹൃത്തിനെ പോലെ ധനികനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ മഹാമനസ്കനായെങ്കിൽ, ഉദാരമനസ്കനായെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും. അതായത് അതായത്
അനുഭവങ്ങളിൽ നിന്ന് ആയിത്തീരലിലേക്ക്, ദിവ്യാനുഭവങ്ങളിൽ നിന്ന് ദിവ്യത്വം തന്നെ ആയിത്തീരുന്ന അവസ്ഥ. അപ്പോൾ അനുഭവങ്ങളും ആയിത്തീരലും വളരെ വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ശ്രീകൃഷ്ണനെ പോലെ ആയിത്തീരുക, അല്ലെങ്കിൽ ബുദ്ധനെ പോലെ ആയിത്തീരുക, ജീസസിനെ പോലെ ആയിത്തീരുക എന്നത് വളരെ വ്യത്യസ്തമാണ്. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാന തത്വം. നമ്മൾ മതത്തിൽ നിന്ന് തുടങ്ങുന്നു. എന്താണ് മതം? മതങ്ങൾ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമുക്കറിയാം. നമ്മൾ വിവേകികളാണെങ്കിൽ മതം പറയുന്നത് നമ്മൾ അനുഭവവേദ്യമാക്കേണ്ടിയിരിക്കും. മതം പറയുന്നു ഈശ്വരനുണ്ട്, ആത്മീയത പറയുന്നു അത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. മതം പറയുന്നു ഈശ്വരനെ ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലുമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ആത്മീയത പറയുന്നു അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ഹൃദയത്തിലാണ് നമ്മൾ അനുഭവവേദ്യമാക്കേണ്ടത്. ഈശ്വരൻ നമ്മുടെ അന്തര്യാമിയാണ് എന്ന് ആത്മീയത പറയുന്നു. യാഥാർത്ഥ്യം പറയുന്നു നമ്മൾ അതായിത്തീരണം. അടുത്ത പടി ഹാർട്ട്ഫുൾനെസ് പറയാ, ഈ ആയിത്തീരൽ എന്നതും വിട്ടുകളയുക. ആയിത്തീരൽ എന്നതിൽ നിന്നും നമ്മളെ സ്വതന്ത്രനാക്കുക, നമ്മളെ പരിപൂർണമായിട്ടും സ്വതന്ത്രനാക്കുക. സ്വാതന്ത്ര്യം എന്നുള്ള ആശയത്തിൽ നിന്ന് പോലും നമ്മളെ സ്വതന്ത്രമാക്കുക. അങ്ങനെ അനന്തമായ യാത്ര തുടരുന്നു. അതാണ് ഹാർട്ട്ഫുൾനെസ്. അതുകൊണ്ട് വേദങ്ങളിൽ അതിൻ്റെ തുടക്ക ഭാഗത്തൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള പ്രസ്താവനകളാണ് കാണുക. അവസാന ഭാഗത്തെത്തുമ്പോൾ നേതി 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 എന്ന് പറയുന്നു. അതായത് ഇതല്ല ഇതല്ല ഇതല്ല. എന്താണ് നേതി 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 എന്ന് പറഞ്ഞാൽ? ആത്യന്തികമായ ദിവ്യമായ അവസ്ഥയെ സൃഷ്ടിക്കപ്പെട്ട ഒന്നുമായി നമുക്ക് താരതമ്യം ചെയ്യാൻ സാധ്യമല്ല. ഇപ്പൊ സൃഷ്ടിയിലെ ഒരു വസ്തുവിനെ കാണിച്ചിട്ട് ഇതുപോലെയാണ് ദിവ്യത്വം എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നേതി 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 എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് ഒരിക്കലും ഞാൻ ലക്ഷ്യത്തിലെത്തി എന്ന് പറയാൻ സാധ്യമല്ല. കാരണം അത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ല. ചിലർ പറയും ഞാൻ ലക്ഷ്യത്തിലെത്തി, എനിക്ക് ഈശ്വര ദർശനം കിട്ടിയെന്ന്. അത് വ്യാജമാണ്. യഥാർത്ഥ ദർശനം ലഭിച്ച ആൾക്ക് സംസാരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം നിശബ്ദനായി പോവും, മൂകനായി പോവും. ഭഗവത്ഗീത അതിനെ ആശ്ചര്യവത് പശ്യതി എന്ന് പറയും. ഇനി സത്യോദയത്തില് ബാപ്പുജി മഹാരാജ് പറയും, ഈശ്വരന് മതമില്ല. നമുക്കറിയാം, ഒരു മതത്തിലും ഈശ്വരനില്ല. ഈശ്വരനെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയും. അത് തുടർന്ന് അദ്ദേഹം പറയും, മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു. ആത്മീയത അവസാനിക്കുമ്പോൾ യാഥാർത്ഥ്യം ആരംഭിക്കും. യാഥാർത്ഥ്യം അവസാനിക്കുമ്പോൾ അനുഭൂതി ആരംഭിക്കും. അനുഭൂതിയും അവസാനിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യത്തോടടുക്കുന്നു. ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. നമ്മുടെ അനന്തമായ യാത്ര തുടരും. ഈ ശൂന്യത എന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റ് ശൂന്യമാണെന്ന് പറയുന്ന പോലെയല്ല. പിന്നെയോ എല്ലാ സാധ്യതകളും അന്തർലീനമായ ശൂന്യതയാണ്. ഒരു ക്വാണ്ടം ഫീൽഡ് പോലെ.
അവിടെ സൃഷ്ടികൾ പ്രത്യക്ഷമാകുന്നു, അപ്രത്യക്ഷമാകുന്നു. നമ്മൾ ഒരു പരിപൂർണ സാക്ഷി മാത്രമാകും. ഈ അർത്ഥത്തിൽ ശാസ്ത്രവും ആത്മീയതയും ഒന്നാണ്. പക്ഷേ നമ്മൾ പറയും ഇത് ശാസ്ത്രമാണ്, ഇത് ആത്മീയതയാണ്. അതും ഒരു വിരോധാഭാസമാണ്. ഇനി ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ നമ്മുടെ ആത്മീയ പുരോഗതിയെ അല്ലെങ്കിൽ ബോധത്തിൻ്റെ വികാസത്തിനെ 13 ചക്രങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിട്ടാണ് പറയുന്നത്. നമുക്കറിയാം. അപ്പോൾ ബാബുജി മഹാരാജ് പറയണു മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു. ഈ 13 ചക്രങ്ങളിൽ എവിടെയാണ് മതം അവസാനിക്കുന്നത്? മതം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. ഓരോ മതത്തിനും ഓരോ രീതിയിലാണ്, വ്യത്യസ്തമാണ്, എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. ഇനി ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ 5 ചക്രങ്ങൾ നോക്കൂ. ഹൃദയമണ്ഡലം 5 വൈരുദ്ധ്യങ്ങളാണ്. സംതൃപ്തി, അസംതൃപ്തി, ശാന്തി, അശാന്തി, സ്നേഹം, വെറുപ്പ്, ധൈര്യം, ഭീരുത്വം, വ്യക്തത, അവ്യക്തത. ഇതിലെ ആദ്യത്തെ 5 ചക്രങ്ങൾ, 5 വൈരുദ്ധ്യങ്ങൾ. 6ാമത്തെ ചക്രത്തിൽ ആജ്ഞാചക്രം ഇവിടെ എത്തുമ്പോഴാണ് നമുക്ക് മോക്ഷപ്രാപ്തിയുടെ അനുഭവം ഉണ്ടാവും. അതായത് ഈ 5 വൈരുദ്ധ്യങ്ങളും അവസാനിക്കും, അല്ലെങ്കിൽ ഈ വൈരുദ്ധ്യങ്ങൾക്ക് നമ്മൾ അതീതനാവുന്നു. അപ്പോൾ 6ാമത്തെ ചക്രത്തിലാണ് മതം അവസാനിക്കുന്നത്. മതം അവസാനിക്കുമ്പോൾ ആത്മീയത തുടങ്ങുന്നു എന്ന് ബാബുജി മഹാരാജ് പറയണം. അപ്പോൾ 6ാമത്തെ ചക്രത്തിൽ ആത്മീയത തുടങ്ങുന്നു. ഇനി എവിടെയാണ് ആത്മീയത അവസാനിക്കുന്നതും യാഥാർത്ഥ്യം ആരംഭിക്കുന്നതും നോക്കാം. നമ്മൾ 6ാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നമ്മൾ പറഞ്ഞു ഹൃദയമണ്ഡലത്തിലെ വൈരുദ്ധ്യങ്ങളെല്ലാം അവസാനിച്ചു. 5 വൈരുദ്ധ്യങ്ങൾ അതിനതീതമായി ഞാൻ മോക്ഷപ്രാപ്തി നേടി എന്നുള്ള ഒരു ഫീലിംഗ് അപ്പോഴുണ്ട് നമുക്ക്. അതായത് ഞാൻ നിലനിൽക്കുന്നു. ഒരു വൈരുദ്ധ്യം ബാക്കിയാവണം, ഞാനും ഈശ്വരനും എന്നുള്ള വൈരുദ്ധ്യം. ഇനി എവിടെയാണ് അത് അവസാനിക്കുന്നത്? നമ്മൾ പരിപൂർണ ശരണാഗതി ഭാവത്തിലാവുമ്പോൾ എൻ്റെ നിലനിൽപ്പ് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പിലാണ് എന്ന ബോധം. അദ്ദേഹം യജമാനൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ സേവകൻ എന്നുള്ള ഭാവം. ഞാൻ നിലനിൽക്കുന്നു എന്നുള്ള ബോധം നിലനിർത്തുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ആജ്ഞകൾ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന ബോധം ഹാർട്ട്ഫുൾനെസ്സിലെ 9ാമത്തെ ചക്രത്തിലാണ് സംഭവിക്കുന്നത്. പ്രപന്ന, ശരണാഗതി ഭാവം. ബാബുജി മഹാരാജ് അതിനെ ഹനുമാൻജിയുടെ അവസ്ഥ എന്ന് പറയും. 9ാമത്തെ ചക്രത്തിലെത്തുമ്പോൾ ആത്മീയത അവസാനിക്കുന്നു, യാഥാർത്ഥ്യം ആരംഭിക്കുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, യാഥാർത്ഥ്യം ആരംഭിക്കുന്നത് നമ്മൾ പരിപൂർണമായിട്ടും ശരണാഗതി ഭാവത്തിലായിരിക്കുമ്പോഴാണ്. ഇനി എവിടെയാണ് യാഥാർത്ഥ്യം അവസാനിക്കുന്നതും അനുഭൂതി തുടങ്ങുന്നു? 9ാമത്തെ ചക്രം കഴിഞ്ഞ് നമ്മൾ 10ാമത്തെ ചക്രത്തിനെ കുറിച്ച് പറഞ്ഞു. എന്താണ്? SDK, സഹസ്രദള കമൽ. അവിടെ എത്തുമ്പോൾ സച്ചിത് ആനന്ദം നമ്മൾ അനുഭവിക്കണം. സച്ചിദാനന്ദം, നിലനിൽപ്പ്, ബോധം, ആനന്ദം. നമ്മൾ നിലനിൽക്കുന്നു എന്നുള്ള ബോധം തന്നെ നമുക്ക് അനുഭൂതി തരുന്ന അവസ്ഥ. അതാണ് 10ാമത്തെ ചക്രം. അപ്പോൾ 10ാമത്തെ ചക്രത്തിലെത്തുമ്പോൾ യാഥാർത്ഥ്യം അവസാനിച്ച് അനുഭൂതി ആരംഭിക്കുന്നു. ഹാർട്ട്ഫുൾനെസ് അവിടെ അവസാനിക്കുന്നില്ല. 11, 12, 13 ചക്രങ്ങളുടെ യാത്ര തുടരുന്നു. നമുക്ക് ഹൃദയത്തിൽ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. ലയാവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ത്വര മാത്രം അവിടെ അനുഭവപ്പെടും. അങ്ങനെ നമ്മുടെ അനന്തമായ യാത്ര തുടരുന്നു.
അനാദി അനന്തം. നോ ബിഗിനിങ്, നോ എൻഡ്. അപ്പോൾ നമുക്കൊരിക്കലും ഭൗതിക ജീവിതത്തിലായാലും ആത്മീയ ജീവിതത്തിലായാലും ഒരു പൂർണ്ണവിരാമം ഇതിവിടെ അവസാനിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. കാരണം നമ്മൾ എത്തിച്ചേർന്ന അവസ്ഥയിൽ നിന്ന് തന്നെ അതിനേക്കാൾ അല്പം മെച്ചപ്പെട്ട ഒരവസ്ഥ ഉരുത്തിരിഞ്ഞു വരും. അതുകൊണ്ടാണ് വേദങ്ങൾ അതിനെ അനാദി അനന്തം എന്ന് പറയാൻ കാരണം. തുടക്കമില്ല, ഒടുക്കമില്ല. അനന്തമായ ആത്മീയ യാത്ര തുടരുന്നു. താങ്ക് യു. നമസ്കാരം. വളരെയധികം നന്ദി മോനോട്ട്. എനിക്ക് ഫുൾ ഹാർട്ട്ഫുൾനെസ് ജേണി മോനോട്ട് വന്ന് സംസാരിച്ചു. അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായത് ആത്മീയ പുരോഗതിക്ക് അറിവിൻ്റെ ആവശ്യമില്ലെങ്കിലും അനുഭവം ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നി അനുഭവമുള്ള ആൾക്ക് ഓട്ടോമാറ്റിക്കലി അറിവും വന്നു ചേരല്ലേ. അനുഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് എന്താണെന്ന് തിരിച്ചറിയാത്തോ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും വളരെയധികം നന്ദി. ഫുൾ ആ ഒരു യാത്രയിലൂടെ നമ്മളെ കൊണ്ടുപോയ പോലെ തോന്നിയ അവസാനം വരെ. ലക്ഷ്യം ഒരു പ്രാപ്തമായൊരു സംഗതിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് മോനായിട്ട് സംസാരിച്ചത്. എന്തായാലും വളരെയധികം നന്ദി. എല്ലാവരും ഇത് ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം അത് നമ്മളെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ജേണിയിലെ ഓരോ ഘടകം എടുത്തെടുത്ത് മോനായിട്ട് സംസാരിച്ചു. എന്തായാലും വളരെയധികം നന്ദി. ഇനി നമുക്ക് സത്സംഗത്തിലേക്ക് കടക്കാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായി ധ്യാനിക്കുന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് ധ്യാനിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയാം. സ്വസ്ഥമായിരുന്ന് കണ്ണുകളടച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവ്യപ്രകാശത്തിൻ്റെ ഒരു സ്രോതസ്സുണ്ടെന്നും അത് എൻ്റെ ശ്രദ്ധ ഉള്ളിലേക്ക് ആവശ്യത്തിനുവെന്നും സങ്കൽപ്പിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം ആരംഭിക്കുന്നു. ആ സമയത്ത് മറ്റു ചിന്തയിലെയാണെങ്കിൽ സ്വയം ഓർമ്മിപ്പിക്കുക, ഞാൻ എൻ്റെ ഹൃദയത്തിലെ ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സിൽ ധ്യാനിക്കുകയാണ്. ഉള്ളിൽ സ്നേഹഭാവവും സാക്ഷിഭാവവും കാത്തുസൂക്ഷിക്കുക. ഇതിനുശേഷം 9 മുതൽ സാർവലൗകിക പ്രാർത്ഥന. എല്ലാവരിലും സ്നേഹവും ഭക്തിയും വിശ്വാസവും സാഹോദര്യവും നിറയും എന്ന് സങ്കൽപ്പിച്ചുകൊണ്ട് 15 മിനിറ്റ് ധ്യാനിക്കുന്നു. അപ്പോൾ 9 മണി വരെ നമുക്ക് ധ്യാനിക്കാം. സത്സംഗം 9 മുതൽ 9:15 വരെ സാർവലൗകിക പ്രാർത്ഥന. ഈ സമയത്ത് നമ്മൾ യൂട്യൂബ് ഡിസ്കണക്ട് ചെയ്യാണ്. താങ്ക് യു. നമസ്കാരം.